നമ്മൾ വീഡിയോ എടുക്കാൻ പോണത് നെടുങ്കായം ഫോറസ്റ്റ് ആട്ടോ. ഒരുവിധ ആളുകളൊക്കെ കണ്ടേക്കും, എന്നാലും നെടുങ്കായം ഫോറസ്റ്റിൻ്റെ കാഴ്ചകളാണ്. നമുക്ക് പോയേക്കാം അതിൻ്റെ ഉള്ളിൽ കേട്ടോ. നെടുങ്കായം ഫോറസ്റ്റ്. അങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയേക്കാണ് ഓരോ കാഴ്ചകൾ. നമുക്ക് അങ്ങനെ പോയേക്കാട്ടോ. നെടുങ്കായം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഇതാണ് ഒറിജിനൽ തേക്ക്. ഇതൊക്കെ തേക്ക് മുറിച്ച് ലേലം ചെയ്യാനല്ലതാവും കേട്ടോ. ഇവിടെയൊക്കെ കണ്ടല്ലോ തേക്കുകൾ, തേക്കിൻ്റെ മരങ്ങൾ ഇവിടെയൊക്കെ മുറിച്ചിട്ടുണ്ടല്ലേ. ഇതൊക്കെ ലേലം ചെയ്യാനല്ല നമ്പർ ഇട്ട തേക്കുകളാണ്. ഇതൊക്കെ തേക്ക് മരം മുറിച്ചിട്ട് കേട്ടോ. ഒറിജിനൽ നെൽപൂർ തേക്കാണിത്. ഈ സൈഡിലൊക്കെ കണ്ടുകൊണ്ടല്ലേ. അങ്ങനെ ഒരു കാഴ്ച കേട്ടോ. മാഞ്ചേരി കോളനിയിലെ മൂപ്പനാണിത്. ഓലൊരു പ്രതിമയാണത്. ഓലൊരു നായിത ഉണ്ടല്ലേ. 1938 ഇംഗ്ലീഷുകാരനെ ഫോറസ്റ്റ് എഞ്ചിനീയറിന് ഈ കയത്തിൽ മുങ്ങി മരിച്ചതാണ് രേഖാമൂലമുള്ള ആദ്യത്തെ വിവരം. അതിനുശേഷം പല സന്ദർശകരും കയത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു. നിർഭാഗ്യം കൊണ്ട് ഈ കയത്തിൽ മുങ്ങി മരിച്ചവർ അനവധിയാണ്. ഏറ്റവും അവസാനം ഈ കയത്തിൽ മരണപ്പെട്ട 2024 ഫെബ്രുവരി 9 മലപ്പുറം ജില്ലക്കാരനായ എന്നീ 2 സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഈ കയത്തിൽ എക്കാലത്തെയും അവസാന ദുരന്തവും ഇതായിരിക്കട്ടെ. ഈ കയത്തിൽ നീന്തുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നേരത്തെ ബോർഡ് പറഞ്ഞ കായവും പാലൊക്കെ. ഇതിൽ ഇറങ്ങാൻ അനുമതിയില്ല. ആദ്യമൊക്കെ ഇറങ്ങിന്, ഇപ്പം പറ്റൂല. മേൽ പറഞ്ഞ കയവും പാലൊക്കെ ഇതാണ്. ഇതിലേക്ക് ഇറങ്ങാൻ അനുമതിയില്ല. ആദ്യമൊക്കെ ഇറങ്ങിന്, ഇപ്പം അനുവാദമില്ലാതെ ഈ ഇറങ്ങാൻ പറ്റൂല. ഒരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം, അടിപൊളി പാലം. അപ്പോൾ അതിൻ്റെ അടിത്തട്ട് വരെ കാണുന്നുണ്ടല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം, ഫുള്ള് കല്ലാണല്ലേ അതില്ലേ. നോക്കിയാൽ കരിങ്കല്ല് അട്ടിയിട്ടാണ്ട് ഇരുമ്പിൻ്റെ റിവിറ്റൊക്കെ കൊടുത്ത പാലം. ഇത് അവിടുന്ന് പോകുന്ന രണ്ടാമത്തെ പാലാണ്. ഇതാണ് ആ പാലത്തിൻ്റെ മുകളിൽ. ഇതാണ് ആ പാലം. അടിപൊളി സ്ഥലം അല്ലേ ഇതല്ലേ. ഇങ്ങോട്ടൊക്കെയാ ഈ ഭാഗത്തൊക്കെ നോക്കിയാ. ഇവിടെയൊക്കെ അപകടങ്ങൾ ഒരുപാടുണ്ടായിക്കണ്. നല്ല ക്ലിയർലെസ് സ്ഥലം. നല്ല ഇവിടെ നിന്നൊക്കെ വെള്ളം കണ്ട് അതിൻ്റെ അടി വരെ കാണും. പക്ഷെ അതൊക്കെ നല്ല ആയതുകൊണ്ട് ചുഴികളും ഉണ്ടാവും. ഇനി ഇവിടെ കാണാനല്ല ഇപ്പം എന്താ വെച്ചാൽ, പണ്ട് കാലത്ത് ആന മെരുക്കിന ഒരു ആനപ്പന്തിയുണ്ട്. പിന്നെ മേലക്കൊന്നും പോകാൻ നമ്മളെ അയക്കൂല, വേറെ കാര്യം. ഇവിടെ ഒരു ബോർഡുണ്ട്, സന്ദർശകർ പുഴയിൽ ഇറങ്ങരുത്. ഇത് നമ്മളെ നാട്ടിലെ സാധാ പുഴയല്ല. ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലേ ചുയിൽ പെട്ടാണ്ട് പോകണമെങ്കിൽ എന്നറിയും. ഇതാണ് നമ്മൾ പറഞ്ഞ കല്ലറ, ആ സായിപ്പിൻ്റെ കല്ലറ. ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ സായിപ്പിൻ്റെ ഒരു ഫലകം. 1897 അല്ലേ. 1938 മരണം. ഇയാളൊറ്റയാണ് ഈ കാടിൻ്റെ എൻജിനീയർ. നേരത്തെ നമ്മൾ കണ്ട പാലത്തിങ്ങ അപകടം പറ്റി മരിച്ചാണ് ഇയാളുടെ. അങ്ങനെയാണ് അവിടുന്ന് പറഞ്ഞു തന്നത്.
ചുഴിയിൽ പെട്ടിട്ട്. ഇനിയിപ്പോൾ ഇവിടെ കാണാനുള്ളത് ഒരു ആനപ്പന്തിയാണ്. ആനകളൊക്കെ കാട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ മെരിക്കണൊരു ആനപ്പന്തിയുണ്ട്. പിന്നെ അതിൻ്റെ മേലൊക്കെയാണ്. അതിൻ്റെ മേലൊക്കെ നമ്മൾ പോകാനയക്കൂല. പണ്ടൊക്കെ നമ്മൾ പോയിന് കേട്ടോ. ഇപ്പോൾ പോകാനയക്കൂല. വണ്ടി തന്നെ ഇങ്ങോട്ട് കൊണ്ടാനയക്കൂല. ആനപ്പന്തി പ്രവർത്തനം ആരംഭിച്ചത് 1935-ലാണ്. അന്ന് 41 ആനകളുണ്ടായിരുന്നു ഇവിടെ. കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വാരിക്കുയിൽ പിടിച്ച ആനകളെ ഇവിടെ മെരുക്കിയെടുക്കാൻ കൊണ്ടുവന്നിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടെ മൊത്തം 5 ആനപ്പന്തികൾ വരെ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ മെരുക്കിയെടുത്ത അവസാനത്തെ ആന കുശനാണ്. ഈ ആനയെ പിടിച്ചത് ഈങ്ങാറിൽ നിന്നായിരുന്നു. അതിൻ്റെ കൂടെ അത് നേരത്തെ പറഞ്ഞ ആനപ്പന്തി. ആനകളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കൊണ്ടുവന്നിട്ടാണ് മെരുക്കൽ. ഇവിടെ ഇപ്പോൾ ആനകളൊന്നുമില്ല. മെരുക്കിന സ്ഥലമാണിത്. മരന്മാരെന്നൊക്കെ ഒരൊറ്റ മരമാണ് കേട്ടോ. ഇതൊക്കെ ഓരോതിൻ്റെ നോക്കിയോ, ഓരോ മരങ്ങളാണ്. ഇത്ര വണ്ണല്ല മരം കൊണ്ട് ഓരോ അജ്ജിട്ട് കൊണ്ട് ചെയ്തൊക്കെയാണത്. അന്നത് പിടിച്ചിട്ടാലോ തീക്ക് അല്ല, അന്നത് പിടിച്ചിട്ടാലോ തീക്ക് ഒന്ന് മെരുക്കിയാണ്ട് പോരാ പുറത്തേക്ക്. ഇതാണ് നെടുങ്കായം ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ ആനപ്പന്തി. ഇതിലേ അന്നെ പിടിച്ചിട്ടുണ്ടോ? അവരോട് ഹലോ ഗെയ്സ് എങ്ങനെ അറിയാം? ഹലോ ഗെയ്സ്, എന്താണ് നെടുങ്കായം ഫോറസ്റ്റിലെ ആനപ്പന്തിയാണല്ലോ. തടിയെടുക്കല്ലേ എന്നല്ലേ ഉള്ളൂ, ഇനിയൊന്നുമില്ലല്ലോ. അങ്ങനെ തോടുകൂടി നമ്മളെ വീഡിയോ അവസാനിപ്പിച്ചു. ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാണ് കേട്ടോ. തറവാടി പാലത്തുമ്മലാണ്. ബ്രിട്ടീഷുകാരെ പാലാണത്. തറവാടി പാലം. തറവാടിയാണ് ഈ പാലം. ഇതൊക്കെ ഗണ്ണും കാര്യങ്ങളൊക്കെ വെച്ച് അടിപൊളിയാണ്.